നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാൽ മാത്രമേ ട്രംപുമായുള്ള പുടിൻ്റെ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന റിപ്പോർട്ടുകൾ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരത്തിലൊരു ആവശ്യത്തിന് പ്രസക്തിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ട്രംപുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി പുടിനും സെലൻസ്കിയും തമ്മിൽ ചർച്ച നടത്തണം എന്നും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നാൽ മാത്രമേ ട്രംപുമായി ഉള്ള ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നാണ്. എത്രയും വേഗം ഈ ഉച്ചകോടി നടക്കണം, ഈ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച നടക്കണമെന്നാണ് ഇപ്പോൾ ട്രംപും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപും പുടിനും മാത്രമല്ല സെലൻസ്കിയും ഈ ചർച്ചകൾ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് നിരന്തരമായി പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ട്രംപ് ആകട്ടെ ഇതിനെക്കുറിച്ച് തന്നെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ചർച്ച നടക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഇരു നേതാക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ സർക്കാർ വൃത്തങ്ങളും ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എവിടെ വച്ചായിരിക്കും ഈ ചർച്ച നടക്കുക എന്നുള്ളതാണ്. UAE ആണ് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിയിരിക്കുന്ന ഒരു ധാരണ എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കായി അമേരിക്ക മുന്നോട്ട് വെച്ച സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് റഷ്യ ഒരു അന്തിമ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക അടുത്ത് ചെയ്യാൻ പോകുന്നത് റഷ്യയുമായി വ്യാപാര പങ്കാളിത്തമുള്ള ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ തന്നെ നികുതി ഇരട്ടിയാക്കാൻ നീക്കം നടത്തും എന്നാണ്. അക്കാര്യത്തിൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ പോലും വെള്ളിയാഴ്ച വരെയാണ് ട്രംപ് ഇതിനായി കാത്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷത്തിലധികമായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും യുദ്ധം തീരുമാനമാകാതെ നീണ്ടുപോവുകയാണ്. വെടിനിർത്തൽ സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇപ്പോഴും സ്വീകരിക്കപ്പെടുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് യുദ്ധം ആരംഭിച്ചതെങ്കിൽ അന്ന് തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ട്രംപ് വീമ്പടിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും തന്നെ ഇപ്പോൾ നടന്ന ലക്ഷണമില്ല. മാത്രമല്ല ട്രംപും പുടിനും തമ്മിൽ നിരവധി തവണ ഫോണിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ പോലും അക്കാര്യത്തിലൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനമാകാതെ നീളുകയാണ്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് വെടിനിർത്തലിന് തങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു പൊതുപ്രസ്താവന നടത്താൻ റഷ്യ എന്തുകൊണ്ട് ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തനിക്ക് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്ന യുദ്ധത്തിൽ രണ്ടുപേർക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. റഷ്യ നിരന്തരമായി യുക്രൈനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് നഗരത്തിൽ കഴിഞ്ഞ ആഴ്ചയും വളരെ രൂക്ഷമായ തോതിലുള്ള ആക്രമണം നടന്നിരുന്നു. നിരവധി പേർ നിരന്തരമായി കൊല്ലപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല റഷ്യ യുക്രൈൻ്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എത്രയും വേഗം വെടിനിർത്തൽ നിലവിൽ വരുന്നതാണ് ഇരു കൂട്ടർക്കും നല്ലത് എന്ന ഒരു നിലപാടാണ് വിവിധ ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുന്നത് അമേരിക്ക ഇടപെട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമാകണമെന്നാണ്. ആദ്യം ചർച്ചകൾ നടത്താനായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തിയിരുന്നുവെങ്കിലും അന്ന് സെലൻസ്കിയെ പ്രസിഡന്റ് ട്രംപ് അപമാനിച്ചതിനെ തുടർന്ന് അദ്ദേഹം ബഹളമുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ ധാരണയാവുകയും നേരത്തെ അമേരിക്ക നൽകിയ ആയുധ സഹായത്തിന് ബദലായി അതിന് പകരമായി യുക്രൈൻ്റെ വലിയ തോതിലുള്ള ധാതു ശേഖരം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ യുക്രൈൻ തയ്യാറാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ഇടപാടുകളിലും ഒരു നല്ല കച്ചവടം ഉറപ്പിക്കുന്ന രീതിയാണ് ട്രംപ് പൊതുവെ പിന്തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് തൻ്റെ ഏതെങ്കിലും അടുത്ത കച്ചവട തന്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുവേ ഉള്ള ആരോപണം. ഏതായാലും ട്രംപ് ഇപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. 3 പേർക്കും കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, സെലൻസ്കി പങ്കെടുത്തേ തീരൂ എന്ന് തങ്ങൾക്കൊരിക്കലും നിർബന്ധം പിടിക്കാൻ കഴിയുകയില്ല എന്നും എല്ലാം തീരുമാനിക്കേണ്ടത് റഷ്യയാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. പുടിനാണ് അന്തിമ തീരുമാനം ഇക്കാര്യത്തിലെല്ലാം എടുക്കേണ്ടത്. പിന്നീട് തങ്ങൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കാം. കാരണം യുദ്ധം ചെയ്യുന്നത് റഷ്യയും യുക്രൈനും തമ്മിലാണെന്നുള്ളത് കൊണ്ട് തന്നെ യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറുമാണ്. പക്ഷേ ഈ സന്ദർഭത്തിലും റഷ്യ പിടിവാശി കൈവിട്ട് ചർച്ചകൾക്കായി എത്തണമെന്നും താൻ കൂടി മുൻകൈയെടുത്ത് ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വെടിനിർത്തലിലേക്ക് പോകാൻ എല്ലാ സാധ്യതകളും നിലവിലുണ്ട് എന്നുമാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്.